ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു പുതിയ വർഷത്തിലാണ് 2025. സോ ആദ്യം നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ഞാൻ ഇന്നിപ്പോൾ ഈ സെഷനിൽ വന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ചോൺ ഷോപ്പിയുടെ കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കേസ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തുക്കളോട് 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ചോൺ ഷോപ്പി കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് മേൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനാൽ ഹയർ ചോൺ ഷോപ്പി വേഴ്സസ് ആ കേസ് എന്ന് പറയുന്നത് ഹയർ ചോൺ ഷോപ്പി വേഴ്സസ് കോമ്പറ്റൻ്റ് അതോറിറ്റി എന്നാണ്. അത് കേസ് നമ്പർ 104358. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സർക്കാർ അല്ലെങ്കിൽ കോമ്പറ്റൻ്റ് അതോറിറ്റി ഹയർസിന് മേൽ കൊടുത്തിട്ടുണ്ട്. നേരെ തിരിച്ച് ആ കേസ് നമ്പർ 104359. അപ്പോൾ നമുക്ക് ഈ കേസിൻ്റെ ഒരു അറിയാമല്ലോ, ഓൾറെഡി വാദങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ഓർഡറിലേക്കുള്ള ഒരു സ്റ്റേജിലേക്ക് ഇരിക്കുന്ന ഒരു കേസാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ഒരു കാര്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ ഹയർ ചോൺ ഷോപ്പിയെ സംബന്ധിച്ച് ഈ കോമ്പറ്റൻ്റ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന കേസ് നമ്പർ 104359 അതിൻ്റെ അകത്ത് റെസ്പോണ്ടൻ്റായിട്ട് ഹയർ ചോൺ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KD പ്രതാപനെയും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീനാഥ് പ്രതാപനെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹയർ ചോൺ ഷോപ്പിയെ ആ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണോ അതെന്താണെന്നുള്ള റീസൺസ് അറിയില്ല. അപ്പോൾ അവിടെ റെസ്പോണ്ടൻറ്റിൽ സെഷനിൽ ഹയർ ചോൺ ഷോപ്പിയുടെയും കൂടെ പേര് അവിടെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ഡയറക്ഷൻ ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോർട്ടിൽ ഉന്നയിച്ചായിരുന്നു മുൻ സെഷനിൽ. കാരണം ഇപ്പോൾ ഒരു 1-2 സെഷനുകൾ കഴിഞ്ഞായിരുന്നു ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ. അപ്പോൾ അതിന്മേൽ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ഹയർ ചോൺ ഷോപ്പി അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ കൗണ്ടർ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ സമർപ്പിച്ചായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കേസ് നടന്നതെന്ന് പറഞ്ഞാൽ ആ കൗണ്ടർ അഫിഡവിറ്റിന്മേൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന് വീണ്ടും പഠിക്കുവാൻ വേണ്ടിയുള്ള സമയം ലഭിച്ചില്ല. സോ അതിനുവേണ്ടി പഠിക്കുവാൻ വേണ്ടി കുറച്ചും കൂടെ സമയം വേണം എന്ന് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ജസ്റ്റിസ് രതീഷ് കുമാർ സാറിനോട് ഒരു റിക്വസ്റ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ആ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ജസ്റ്റിസ് രതീഷ് കുമാർ സാറ് ഈ ഒരു കേസ് തിങ്കളാഴ്ചത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് വാദത്തിലേക്ക് എന്തുകൊണ്ടാണ് ഓൾറെഡി ഹയർ ചോൺ ഷോപ്പി അവരുടെ റെസ്പോൺസ് കൗണ്ടർ അഫിഡവിറ്റ് ഓൾറെഡി സമർപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ. അപ്പോൾ അതിന്മേൽ അവർക്കെന്താണ് പറയാനുള്ളത്, പബ്ലിക് പ്രോസിക്യൂട്ടറിന് എന്താണ് പറയാനുള്ളത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാദം ഇപ്പോൾ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നടക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 6 ജനുവരിയിലേക്ക് ഇപ്പോൾ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കേസ് ഒരു ഫൈനൽ സ്റ്റേജിൽ തന്നെയാണ്. ഓൾറെഡി ഒരു ഓർഡറിലേക്കുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കേസാണ്. അപ്പോഴാണ് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹയർസിൻ്റെയും കൂടെ പേര് റെസ്പോണ്ടൻറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അവരുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നിരിക്കുന്നു. എന്തായാലും ലെറ്റ്സ് സീ, തിങ്കളാഴ്ച എന്തായാലും ബാക്കിയുള്ള വാദങ്ങൾ നടക്കാൻ വേണ്ടിയിരിക്കുകയാണ്. സോ എപ്പോഴും എനിക്ക് ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് നമ്മുടെ മുൻപത്തെ സെഷൻ്റെയൊക്കെ താഴെ കുറേ വിമർശനങ്ങൾ ഇതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ വികാരം മനസ്സിലാക്കുന്നു. ഡെഫിനറ്റ്ലി, കാരണം ഒരു വലിയൊരു സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയാം. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഇതുമായിട്ട് മനഃപൂർവ്വം വന്ന് ക്രിറ്റിസിസംസ് നോക്കി ആ ഒരു രീതിയിലേക്ക് വന്ന് ക്രിറ്റിസിസം ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരെന്താണ്, ഞാൻ മുൻപത്തെ പല സെഷനുകളിലും പറഞ്ഞിട്ടുണ്ട്, എന്തുദ്ദേശം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഞാനിപ്പോൾ ഈ സെഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഇതൊരു പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാനൊരു സെഷൻ എടുക്കുന്നതല്ല അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറക്കുന്നതല്ല. കോർട്ടിൽ നടന്ന കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മേ ബി റെപ്പറ്റീഷൻസ് ഉണ്ടാകും. റെപ്പറ്റീഷൻസ് മാക്സിമം പരമാവധി ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ തന്നെയും ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോഴല്ല മിക്കവാറും. എനിക്കൊന്ന് ഇന്നത്തെ സെഷൻ റെപ്പറ്റീഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ അല്ലാതെ കുറേ എന്താ പറയുക, നടക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ
ഹൈറിച്ച് മാനേജ്മെൻറ്റ് ഈ കേസ് വൈകിപ്പിക്കുന്നു എന്നുള്ള കുറച്ച് കമൻറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽ വന്നത്. ഇവിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജ്മെൻറ്റ് എവിടെയാണ് വൈകിപ്പിച്ചത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുന്നില്ല. എന്തായാലും കോർട്ടിൽ നടക്കുന്ന കേസ് അപ്ഡേറ്റ് ഈ ചാനലിലൂടെ കറക്റ്റായിട്ട് ഇതിലെ മെമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ ഇതിലെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ച് തരിക എന്നുള്ളതാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലാരിഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും ഇനിയിപ്പോൾ മൺഡേ ആണ്. സോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വൺസ് അഗൈൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് തന്നെയാണ്. കാരണം നല്ലൊരു ഡയറക്ഷൻ, കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ വാദങ്ങൾ അവരുടെ അഡ്വക്കേറ്റ്സ് നല്ല രീതിയിൽ തന്നെയാണ് തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.